ഏറെ ജനപ്രീതി നേടിയ ബിഗ് ബോസ് റിയാലിറ്റി ഷോ അവസാനിച്ചെങ്കിലും ഷോയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും പുറത്ത് തകൃതിയായി നടക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6-ൽ കപ്പുയർത്തിയത് ഇത്തവണ ജിൻഡോയായിരുന്നു. 2ാം സ്ഥാനത്ത് അർജുനും 3ാം സ്ഥാനത്ത് ജാസ്മിനും എത്തി. ഇങ്ങനെയായിരുന്നെങ്കിലും ബിഗ് ബോസ് സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയ കണ്ടസ്റ്റന്റ് 3ാം സ്ഥാനം നേടിയ യൂട്യൂബറായ ജാസ്മിൻ ആയിരുന്നു. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഏറെ ആരാധകരെ സ്വന്തമാക്കിയ ജാസ്മിന് അത്ര തന്നെ ഹേറ്റേഴ്സ് ഉള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ ഒരുപോലെ ഹേറ്റേഴ്സിനെയും ആരാധകരെയും നേടിയെടുത്ത മറ്റൊരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിൽ 100 ദിവസം പൂർത്തിയാക്കി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് ജാസ്മിൻ പുറത്തിറങ്ങിയപ്പോൾ ഏവരും ഉറ്റുനോക്കിയത് വിവാദങ്ങളോടും ആരോപണങ്ങളോടുമുള്ള ജാസ്മിന്റെ പ്രതികരണമായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടും ജാസ്മിന്റെ പ്രതികരണം കാര്യമായി പുറത്തു വന്നിരുന്നില്ല. ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് വന്നുകൊണ്ടായിരുന്നു ജാസ്മിൻ ആദ്യമായി പ്രതികരണം നടത്തിയത്. പിന്നീട് വീഡിയോ രൂപത്തിലും പ്രതികരണം എത്തി. എന്നാൽ ഇതുവരെ ഒരു ഓൺലൈൻ ചാനലിനോ മുഖ്യധാരാ മാധ്യമങ്ങൾക്കോ ജാസ്മിൻ മുഖം കൊടുത്തിരുന്നില്ല. ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിന് ജാസ്മിൻ ആദ്യമായി ഇന്റർവ്യൂ നൽകിയിരിക്കുകയാണ്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ജാസ്മിൻ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയ ശേഷം അകത്തും പുറത്തും തനിക്കെതിരെ ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങൾക്കും വ്യക്തമായ മറുപടിയാണ് ജാസ്മിൻ നൽകിയിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കോംബോയാണ് ജാസ്മിന്റെയും ഗബ്രിയുടേതും. ഇവർ തമ്മിൽ സൗഹൃദമാണോ പ്രണയമാണോ എന്നാണ് BB ഹൗസിനകത്തുള്ളവരും പ്രേക്ഷകരും ഒരുപോലെ ചോദിച്ചിരുന്നത്. എന്നാൽ ഗബ്രിയും ജാസ്മിനും പുറത്തിറങ്ങിയ ശേഷവും ഇതിന് വ്യക്തമായ മറുപടി കൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സൈന സൗത്തിന് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിൻ ഈ ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തങ്ങളുടെ ബന്ധം ഫേക്ക് അല്ലെന്ന് ജാസ്മിൻ പറയുന്നു. തങ്ങൾ തമ്മിൽ നോർമലി ഉണ്ടായ ബോണ്ടാണെന്നും താരം പറയുന്നുണ്ട്. ഞാനും ഗബ്രിയുമല്ല ശരിക്കും കൂട്ടായത്. ഞാൻ രതീഷിക, നോറ, ഗബ്രിയായിരുന്നു. അതിൽ നിന്ന് രതീഷികയും നോറയും പോവുകയാണ് ചെയ്തത്. പിന്നീടുണ്ടായത് ഞാനും ഗബ്രിയുമാണ്. അവിടെ നിന്നാണ് ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ സ്നേഹം ഞങ്ങൾക്കിടയിൽ ഉണ്ടായത്. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എനിക്ക് കംഫർട്ട് ആവുന്നവരോട് പെട്ടെന്ന് അടുക്കുകയാണ്. ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിലും കണ്ടത്. ഇത്രയും പേർക്കിടയിൽ ഞങ്ങൾ എങ്ങനെയോ കണക്റ്റ് ആയി. അതിന് നിങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇത് പ്ലാനിംഗ് ആണെന്ന് പറയുന്നവരുണ്ട്, ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട്. ഫേക്ക് ആണെന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത്രയും വന്നിട്ട് പോലും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കുകയുമില്ല. അതിനകത്തുണ്ട് ഞങ്ങൾ ഫേക്ക് അല്ല എന്നതെന്നാണ് ജാസ്മിൻ ഇതിന് മറുപടിയായി നൽകുന്നത്. ഗബ്രിയുമായുള്ള കോംബോയാണ് വിമർശനങ്ങൾക്ക് കാരണമായതെങ്കിലും പലപ്പോഴും വിമർശനങ്ങൾ അധിക്ഷേപത്തിലേക്ക് വരെ നീണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ ജാസ്മിൻ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ജാസ്മിനെ വീട്ടിൽ നിന്നും പിതാവ് ജാഫർ വിളിച്ച സംഭവം. ജാസ്മിന്റെ പിതാവ് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് ഷോയിൽ കാണിച്ചിരുന്നില്ല. പിന്നീട് ആ വീക്കെൻഡിൽ മോഹൻലാലാണ് വന്നു പറയുന്നത് പിതാവിന്റെ അസുഖ വിവരമാണ് ജാസ്മിനെ അറിയിച്ചതെന്ന്. ഇത് പുറത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ആ കോൾ അസുഖ വിവരം പറയാനുള്ളതായിരുന്നില്ല, മറിച്ച് കോംബോ ഗെയിം നെഗറ്റീവായി മാറുന്നതിനെ കുറിച്ച് സൂചന നൽകുകയായിരുന്നുവെന്നാണ് പ്രധാന ആരോപണമുണ്ടായിരുന്നത്. ഇതിനും ജാസ്മിൻ തന്നെ മറുപടി പറയുന്നുണ്ട്. അത്ത വിളിച്ചതൊക്കെ പുറത്തുവിടുന്നില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വിടുന്നു എന്തൊക്കെ വിടുന്നില്ല എന്നൊന്നും എനിക്കറിയില്ല. അത്ത സംസാരിച്ചപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണോ അതോ കള്ളമാണോ എന്നത് തമ്പുരാൻ അറിയാം. ഒരു വയ്യായിക വന്നപ്പോൾ എന്നെ വിളിച്ച് അറിയിച്ചതാണെന്നാണ് അന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ചിന്നു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോളെ എന്നുള്ള രീതിയിലും പറഞ്ഞിരുന്നു. ആ ചിന്നു വിളിയിൽ ഒരു ഇടർച്ച എനിക്ക് തോന്നി. നമ്മുടെ രക്ഷിതാക്കളെ വർഷങ്ങളായി കാണുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദത്തിലെ ഇടർച്ചകൾ നമുക്ക് മനസ്സിലാക്കുമല്ലോ. ആ സമയത്ത് അകത്തെയും പ്രധാന ചർച്ച എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കളിച്ചിട്ടുണ്ട്. ഒരുമിച്ച് നിന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് അവിടുത്തെ ഒരു അവസ്ഥയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലെന്നും ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ഹൗസിലെ അവസ്ഥയിൽ താൻ കൺഫ്യൂസ്ഡ് ആയതാണെന്നുമാണ് ജാസ്മിൻ തനിക്കെതിരെ വന്ന മറ്റൊരു ആരോപണത്തോട് പ്രതികരിക്കുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു വ്യക്തി മറ്റൊരാളുമായി ഇത്ര അടുത്തിടപഴകുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു.
ഇതിനാണ് ജാസ്മിൻ ഇപ്പോൾ മറുപടി നൽകുന്നത്. ഗബ്രി പോയ ശേഷം ആ ഹൗസിൽ നിൽക്കണമെന്ന് എനിക്കില്ലായിരുന്നു. ഹൗസിലെ 3 മാസം 1.5 വർഷം പോലെയായിരുന്നു എനിക്ക്. ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്ക് ക്രിഞ്ചായിരിക്കും, പക്ഷെ എനിക്കത് വലിയ ആശ്വാസമായിരുന്നു. അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ മാത്രമല്ല, ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കിയും ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അവർ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഗബ്രി ഉള്ളപ്പോൾ പോലും ഉമ്മയുടെയും വാപ്പയുടെയും ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഗെയിമല്ല, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് ആളുകൾ കണ്ടത്. അത്ത ഫോട്ടോയും മാലയും മാറ്റിയപ്പോൾ അവരോട് എനിക്കൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം വീട്ടിൽ പോയി പറയാമെന്ന് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത്ത പറഞ്ഞത്. അവർ പറയുന്നതിൽ കാര്യം കാണുമെന്ന് കരുതി ഞാൻ മിണ്ടിയില്ല. കല്യാണം നിശ്ചയിച്ച പെൺകുട്ടി വേറൊരു റിലേഷനിലേക്ക് ആവുന്നത് തെറ്റാണ്. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് നോക്കിയിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഹൗസിലെ അവസ്ഥയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ആ വ്യക്തിയുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല. ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുവെന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആ പുള്ളി എനിക്ക് വേണ്ടി കുറേ നിന്നു. എൻ്റെ കുടുംബത്തെയും ആ പയ്യനെയും പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. ടെഡി ബിയർ കൊടുത്തിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയാണ് എൻ്റെ അത്തയോട് പറഞ്ഞത്. പക്ഷേ പിന്നീട് പുള്ളി അത് തിരുത്തി പറഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞിട്ടില്ലെന്നും പേര് വീണ്ടും വലിച്ചിഴക്കുന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെയും പുള്ളിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു. പക്ഷെ ഞാനത് കൊണ്ടുപോയില്ല. എന്തിനാണ് പിന്നെ പുള്ളി അത് ചെയ്തത് എന്നും ഫോട്ടോ കൊണ്ടുപോയിരുന്നെങ്കിൽ പേരും ഫോട്ടോയും റിവീൽ ആകുമായിരുന്നല്ലോ എന്നും ജാസ്മിൻ പറയുന്നുണ്ട്. കൂടാതെ പേഴ്സണൽ ചാറ്റുകൾ പുറത്തുവിട്ടതിനെതിരെയും ശക്തമായ ഭാഷയിൽ ജാസ്മിൻ പ്രതികരിക്കുന്നുണ്ട്.